മാറൂല. ഇത് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ നോക്കൂ നിങ്ങൾ, എവിടേക്കായി സംഘടന പോണത്? ഇപ്പൊ മീഡിയ വൺ എന്ന പേരിൽ ഒരു ചവറ്റുകൊട്ട ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയിട്ടൊരു ചാനൽ, അതിന് അംദും സലാത്തും ചൊല്ലി പ്രാർത്ഥിച്ച് ആശംസ പറയാൻ പോയി. ആര്? സാക്ഷാൽ പി.കെ. അഹമ്മദ്. എന്നിട്ട് ഉംറക്ക് പോയ DP വിളിച്ചു പറയാ, ജമാഅത്തേറെ ചാനലിന് നീ ആശംസ പറയണം. കേട്ടോളിയത്. KNM സംസ്ഥാന വൈസ് പ്രസിഡന്റും വ്യവസായ പ്രമുഖനുമായ ജനാബ് P.K. അഹമ്മദിനെ ആശംസകൾക്കായി ക്ഷണിച്ചുകൊള്ളുന്നു. തുടക്കത്തിന്റെ ഒരു മഹാസംഭവമായി മാറട്ടെ എന്ന് അല്ലാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. ഞാൻ പ്രതിദാനം ചെയ്യുന്ന കേരള നൗത്തുൽ മുജാഹിദിന്റെ വൈസ് പ്രസിഡന്റ് എന്ന നിലക്ക് ഇന്ന് ആശംസകൾ അർപ്പിക്കേണ്ടത് TP അബ്ദുൽ ഖാദിറിനെയാണ്. അദ്ദേഹം ഉംറയ്ക്ക് പോയതുകൊണ്ട് പ്രത്യേകം എന്നെ വിളിച്ച് പറഞ്ഞാണ്, അഹമ്മദ് എന്തായാലും പോകണം. അഹമ്മദ് പോകും, പേഴ്സണലായിട്ട് പോകും, പക്ഷേ കേരള നൗത്തുൽ മുജാഹിദിന്റെ പ്രതിനിധിയായിട്ട് അഹമ്മദ് പോയി. ഞങ്ങൾ ആശംസ അർപ്പിക്കണം. ഞാൻ ആ ചടങ്ങ് കൂടി ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ്. കേരള നൗത്തുൽ മുജാഹിദിന്റെ എല്ലാവിധ പിന്തുണയും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് കൂടുതൽ ഈ സംരംഭത്തിന് എല്ലാവിധ നന്മകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അവസാനം പറഞ്ഞത് ശരി, അസ്സലാമു അലൈക്കും, നിങ്ങൾക്ക് നാശം ഉണ്ടാകട്ടെ. ജൂതന്മാര് റസൂലിനോട് പറഞ്ഞ സലാമ. ഇയാളപ്പോ വൈസ് പ്രസിഡന്റ്. KNM ഇപ്പൊ വൈസ് പ്രസിഡന്റ് ആകാൻ പൈസ ഉണ്ടാകണം എന്ന യോഗ്യതയുള്ളൂ. KNM സ്ഥാനത്തേക്ക് വരാൻ പൈസ ഉണ്ടായാൽ മതി. നോക്കണം, സലാം പറയാനും കൂടി അറിയാത്ത ഇയാള് അബ്ദുൽ സലാം തെറ്റ്. അള്ളഹാനോട് ആത്മാർത്ഥായി പ്രാർത്ഥിക്കുക ഈ ചവറ്റുകൊട്ടം നിലനിൽക്കാനേ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ആരാണ്? എന്താ മാധ്യമം? കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ കുറിച്ച് വ്യഭിചാരോപണം എഴുതിയത് ഈ മാധ്യമല്ലേ? നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്തെല്ലാം ഫിത്തന ഇവിടെ ഉണ്ടാക്കി. JDT ഹസൻ സാഹിബിനെ പറ്റിയും JDT പ്രസ്ഥാന യത്തീംഖാനെ പറ്റിയും കള്ളത്തരം എഴുതി വിട്ടു. എന്താ ബലിക്ക് തിരിച്ച് കുറച്ചാൽക്കലി കയറാൻ വേണ്ടി കുഞ്ഞാമതും കൂട്ടരൊക്കെ കയറിയല്ലോ. അതിനുവേണ്ടി അങ്ങനെ സുഹൃത്തുക്കളെ, സേട്ടു സാഹിബിനെ 600 ചില്ലാനം മണ്ഡലമുള്ള ഈ നാട്ടിൽ ഒരു MP സ്ഥാനത്ത് പോലും മത്സരിക്കാൻ പറ്റാത്ത വണ്ണം മൂലക്കിരുത്തിയതാരാ? ഈ മാധ്യമം. ആരാണ്? PDP ചെയർമാൻ മയദന്നെ ഈ അവസ്ഥയിലെത്തിച്ചതിൽ പങ്കുവഹിച്ച പത്രം. പോക്കി അങ്ങോട്ട് പറഞ്ഞിട്ട് കുട്ടികളൊക്കെ എന്റെ പിന്നാലെ കൂടിയിട്ട് ഡിം കൊണ്ട് അങ്ങിട്ടു. ഇങ്ങനെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഉണ്ടായ എല്ലാ പ്രശ്നങ്ങളെയും, മുസ്ലിം സമുദായത്തിലുണ്ടായ മുഴുവൻ പ്രശ്നങ്ങളെയും മാന്തി വ്രണപ്പെടുത്തി മുതലെടുപ്പ് നടത്തുന്ന പാരമ്പര്യമുള്ള മാധ്യമം എന്ന നശിച്ച പത്രം, അതിന് ആശംസ വരാം. ഖുർആനും സുന്നത്തിന്റെ ആളായി പോയിട്ട് എന്നിട്ട് മക്കത്തുനിന്ന് മറ്റേ ആള് വിളിച്ചു പറഞ്ഞോലോ, നിങ്ങൾക്ക് ഇപ്പൊ എല്ലാരും വേണം, നിങ്ങൾക്ക് ഇപ്പൊ എന്താ അറിയോ, മുജാഹിദ് ആദർശമുള്ളവരൊക്കെ പുറത്ത്. എന്നിട്ട് ഇങ്ങനത്തെ കുറെ ആളെ കൂട്ടിപ്പിടിച്ചിട്ട് ഒരു സാംസ്കാരിക സംഘടനയായിട്ട് ഇങ്ങനെ നടക്കുക. ഇയാള് ഇതേമാതിരി നന്ദി ദാറുസ്സലാമിനും പോയി പറയും, അയാൾക്കെന്ത് ഖുറാഫി, അയാൾക്കെന്ത് ജമാഅത്ത്. ഇതൊക്കെ മതസംഘടനയൊക്കെ മുമ്പിൽ കുറെ പണക്കാരാണെന്ന് അവിടെ പിന്നെ രാഷ്ട്രീയക്കാരും മന്ത്രിമാരൊക്കെ അറിഞ്ഞ ഇവർക്ക് ബിസിനസ്സിലെ വലിയ കാര്യ. 1 കോടി കൊടുത്താൽ എന്താ 10 കോടി അപ്പുറത്ത് മറിയും. മതസംഘടനയുടെ ആളുകൾ മുമ്പിൽ നിൽക്കുന്നവരെ അവരൊക്കെന്ന് ഈ രൂപത്തിൽ സുഹൃത്തുക്കളെ മുജാഹിദ് പ്രസ്ഥാനത്തെ ദുരുപയോഗം ചെയ്യാൻ ചില ആളുകൾക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമി എവിടെ നമ്മളെ ചതിക്കാത്തത്? നമ്മളും അവരും കൂടി പള്ളി ഉണ്ടാക്കിയിടത്തൊക്കെ അവർ നമ്മൾ പാലം വലിച്ചിട്ടുള്ളൂ അല്ലേ? എത്ര സ്ഥലത്ത് വഞ്ചിച്ചു, എത്ര വാർത്തയിൽ വഴിത്തിരിവ് എന്ന് പറഞ്ഞ എന്തെല്ലാം നുണകൾ നമ്മളെ പറ്റി എഴുതി. ഈ രൂപത്തിൽ ഈ പ്രസ്ഥാനത്തെക്കുറിച്ചും ഈ ആദർശത്തെക്കുറിച്ചും മുസ്ലിം ഉമ്മത്തിൽ ഉണ്ടാകുന്ന മുഴുവൻ പ്രശ്നങ്ങളും മാന്തി വ്രണപ്പെടുത്തുന്ന പണിയാ മാധ്യമത്തിന്. എന്നിട്ട് ഇയാൾ പോയിട്ട് ആശംസ പറയാ, അള്ളഹാനോട് പ്രാർത്ഥിക്കുന്നത് എന്നെന്നും നിലനിൽക്കട്ടെ എന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പൊ ഏതൊരു തരം ആളുകൾ